ലോകത്ത് സമയത്ത് തീറ്റ കിട്ടാതെ എത്ര വളർത്തുമീനുകളാണ് മരിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ? അത് വലിയൊരു സംഖ്യ തന്നെയാണ് ആക്ച്വലി. സോ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നു ഒരു ഓട്ടോമാറ്റിക് ഫിഷ് ഫീഡർ. ലോകത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് മീനിന് തീറ്റ കൊടുക്കാൻ പറ്റും. ദാ ഇതുപോലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ട സമയം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 10 മണി കൊടുക്കണോ, 2 മണി കൊടുക്കണോ, അല്ലെങ്കിൽ 4 മണി കൊടുക്കണോ, എത്ര മണിയാണെങ്കിലും ടൈം ജസ്റ്റ് ആഡ് ചെയ്താൽ മതി ഇതുപോലെ. അപ്പോൾ ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫുഡ് ഈ മെഷീൻ കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ബിൽഡ് തുടങ്ങാം ഗൈസ്. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. ഒരു മെയിൻ ബോർഡ്, കണ്ടിന്യൂസ് റൊട്ടേഷൻ സെർവോ, പിന്നെ അഡാപ്റ്ററും. ഇത്രയും കുറച്ച് സാധനം മാത്രമേ ഇതിന് വേണ്ടൂ. ഫസ്റ്റ് നമുക്ക് സൈറ്റ് സെറ്റാക്കാം, എന്നിട്ട് അത് ഹാർഡ്വെയറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. കുറേ സമയത്തെ പരിശ്രമത്തിനിടയിൽ കോഡ് റെഡി ആയിട്ടുണ്ട്. കോഡ് എഴുതി ഉണ്ടാക്കിയ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇതാണ് സൈറ്റ്. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഫീഡിന് വന്ന ബട്ടണും പിന്നെ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുമാണ് ഉള്ളത്. ഇപ്പോഴത്തെ ടൈം അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്ലോക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ബോർഡ് സർവോ മോട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള കോഡും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫീഡിനോ അടിച്ചു നോക്കാം. ഫീഡിനോ അടിച്ചു കഴിഞ്ഞാൽ സർവോ വർക്കാവേണ്ടതാണ്. സംഭവം കൂളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സീനൊന്നുമില്ല. നമ്മൾ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റ ഫയർബേസ് വഴിയാണ് ഹാർഡ്വെയറിലേക്ക് എടുക്കുന്നത്. ഇത് കുറച്ച് കോംപ്ലക്സ് പ്രോസസ്സാണ്. ഇനി നമുക്ക് ടൈം സെറ്റ് ചെയ്ത് നോക്കാം. ടൈമിന് ഫീഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ സമയം 10:08 സോ നമുക്കൊരു 10:10 വെച്ച് നോക്കാം. നമ്മുടെ ടൈമർ റണ്ണിങ് ആണ്. ഇനി 5-6 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ 10:10. 10:10 ആയി ഫ്രണ്ട്സ്. സംഭവം വർക്കായി. ചെറിയൊരു ഡിലേ ഉണ്ട്, അത് സെർവറിൻ്റെ ഡിലേ ആണ്, അത് കുഴപ്പമില്ല. ഞങ്ങളുടെ അടുത്ത് റെക്റ്റാങ്കുലർ അക്വേറിയമാണ്. സോ സൈഡിൽ പ്ലഗ് ചെയ്യുന്ന പോലെയാണ് ഡിവൈസ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഫ്രെയിം ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫ്യൂഷൻ 360 ആണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ സെർവോനെ റെഫറൻസ് വെച്ചിട്ടാണ് ഫ്രെയിം ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരിപാടിയൊക്കെ എളുപ്പത്തിൽ നടക്കും. അങ്ങനെ നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പ്രിന്റിലാണ് സെർവോ ബോർഡൊക്കെ വെക്കുന്നത്. ഇതാണ് ആർക്കിമിഡ് സ്ക്രൂ. ഇത് വെച്ചിട്ടാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ക്രൂവിൻ്റെ ഔട്ടർ ലെയറും പിന്നെ സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഡിസൈൻ ചെയ്യാം. സോ നമ്മുടെ ഡിസൈൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ബട്ട് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. മെയിൻ ഫയൽ വിചാരിച്ചതുപോലെ പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡിസൈനിൽ ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്ത് പ്രിൻറ്റിങ്ങിന് കൊടുക്കാം. ഞങ്ങളുടെ അടുത്ത് 3D പ്രിൻ്ററൊന്നുമില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രിൻ്ററാണിത്. നിങ്ങൾക്ക് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് ഫിഷ് ഫീഡറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഫിലമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് പാർട്സൊക്കെ. സോ നമ്മുടെ പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്. ടോട്ടൽ 6 ഫയൽസാണുള്ളത്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്ക്രൂവിൻ്റെ ഡിസൈൻ ശരിയല്ലാത്തതുകൊണ്ട് പ്രിൻ്റ് കുറച്ച് മോശമാണ്. സോ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ക്രൂ ഫയൽ തപ്പി കണ്ടുപിടിച്ചിട്ട് അത് സ്ലൈസറിലിട്ടിട്ട് അതേ ലെങ്ത്തിൽ വീണ്ടും പ്രിൻ്റ് ചെയ്ത് അങ്ങനെ സ്ക്രൂ കൂളായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ അസംബ്ലി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇതെന്നിട്ട് ആ ഫിഷ് ടാങ്കിലേക്ക് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചാർജർ എടുത്തിട്ട് ഇതിനെ പവർ ചെയ്യാം. അപ്പോൾ പവർ ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം ഇത് നെറ്റിലേക്ക് കണക്റ്റഡ് ആവും ഓട്ടോമാറ്റിക്കലി. ഇനി നമുക്കിതിന് അടപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഫുഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫീഡർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലോകത്തിലെ ഏത് കോണിലിരുന്ന് നിങ്ങളുടെ മീനിന് തീറ്റ കൊടുക്കാം. അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്തും വെക്കാം ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്വേറിയത്തിന്. ഈ വീഡിയോ നിങ്ങളുടെ പെറ്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കോഡോസ് കഫേ ഫാമിലിയിൽ മെമ്പർ ആവുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.